അടയാളം കൊണ്ട് വചനം. അതാ 16:20 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ ഒരു ഇടവപ്പള്ളി മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട് പത്രം. ഇപ്പം ചില ആൾക്കാരോട് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇടവപ്പള്ളി പത്രം കൊടുപ്പ് നിർത്തിയെന്നാണ് പറഞ്ഞത്. അവിടെ കൊടുക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയി കൊടുക്കും. ഇടവപ്പള്ളി കൊടുക്കണം, കുഴപ്പമില്ല. കുർബാനയും കഴിഞ്ഞിട്ട് അവിടെ പോയി എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ചോട്ട് ഇരുന്നിട്ട് വരുന്ന കൊടുത്താൽ മതിയല്ല, കുഴപ്പമൊന്നുമില്ല. കേട്ടവർ തന്നെ കണ്ടുകൊണ്ടിരിക്കും, കേട്ടോണ്ടിരിക്കും. ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ പിന്നെയും കൊടുക്കും അവർക്ക്. എന്താ, ഒരു പത്രം നമുക്ക് ഉറഞ്ഞു കിട്ടുമല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇടവപ്പള്ളിയിൽ പോയി എവിടെയെങ്കിലും പത്രം കൊടുക്കാൻ നിൽക്കണേ, വല്ല തെങ്ങിൻ ചാരി എവിടെയെങ്കിലും നിൽക്കും, വഴിയും ചാരി നിൽക്കും, റോഡിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ കൊടുക്കും. ഇരിക്കട്ടെന്ന് പറഞ്ഞ് കൊടുക്കുക. എന്താ കാര്യം? നമ്മുടെ കയ്യിൽ നിന്നൊരു പത്രം കുറഞ്ഞു കിട്ടുമല്ലോ. അതാണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിൽ. ഇവനിൽ കാപഢ്യം. അപ്പം തന്നെ നിന്റെ അടുത്ത തീരുമാനമായില്ലേ? ഒരു പത്രം കിട്ടിയവന് പിന്നെ ഒരു പത്രം കൊടുക്കുമ്പോൾ നിന്റെ ഉദ്ദേശം എന്താണ്? അവൻ വായിക്കുകയല്ല ഉദ്ദേശം, നിന്റെ കയ്യിൽ നിന്ന് പത്രം ഒരെണ്ണം കുറഞ്ഞിരിക്കുക എന്നുള്ള ഉദ്ദേശം. അതാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് പണ്ടേ നീ കർത്താവിന് പണി കൊടുക്കുമ്പോൾ തന്നെ നീ പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കയ്യിലുള്ള സംഭവം എന്താണ്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിൽ, ഇവനിൽ കാപഠ്യമില്ലെന്നാണ്. ഉടമ്പടി എടുത്തിരിക്കുക. പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മുടെ വീട്ടുകാർ തന്നെ ചോദിക്കും. എന്തുകൊണ്ടാണ്? നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടി ചോദിക്കണാണേ. അമ്മ തന്നെ ചോദിക്കും, അമ്മായിയമ്മയും ചോദിക്കും. നീ ഉടമ്പടി എടുത്താനല്ല, പിന്നെ നിനക്കെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കും. ചിലപ്പോൾ ഞാൻ അന്നേ പറഞ്ഞല്ലേ, അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മടുപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രവർത്തനം മന്ദഗതിയിലാക്കും. മടുപ്പും മന്ദതയും ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉശിരോടെ പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ മോശം കാലാവസ്ഥയിലാണ് നല്ലവണ്ണം പ്രവർത്തിക്കേണ്ടത്. ഏറ്റവും മോശം കാലാവസ്ഥ. നമ്മൾ നല്ല റിയലായിട്ടുള്ള ആൾക്കാരാണ്, ഹിപ്പോക്രസി അല്ല, യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്ന എപ്പോഴാണ്? നമ്മൾ മോശം കാലാവസ്ഥയിലും നല്ലതുപോലെ പ്രവർത്തിക്കുമ്പോഴാണ്. മോശം കാലാവസ്ഥയിലും അങ്ങനെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട്. അവർ മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോണത്, പക്ഷെ അവരെ ദൈവത്തോടുള്ള ഉത്തരവാദിത്തത്തിന് ഒരു കുറവും വരുത്തത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ കൃപയാൽ ഉടമ്പടി ജീവിതം സത്യസന്ധമായി സുവിശേഷ സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സീരീസ് ഓഫ് ടോക്ക് ആരംഭിച്ചത് ടോമിയുടെ സാക്ഷ്യത്തിൽ, ബേക്കറി നടന്ന ടോമിയുടെ സാക്ഷ്യത്തിലാണ്. അപ്പോൾ ടോമിയുടെ പ്രശ്നം എന്തായിരുന്നു? ടോമിയുടെ മുമ്പിൽ ഒന്നും ഒരു അസൈൻമെൻ്റ് ഒന്നും കാണുന്നില്ല. അവൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞു, നീ 7-ാം തീയതി ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അതിലെന്താ പറയുന്നത്? നിനക്കറിയാൻ പാടില്ലാത്ത സ്ഥലമാണ്, ഇസ്രയേലിൽ നീ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ഇവനോട് ആരും പറഞ്ഞില്ലേ അത്. ഇവൻ തന്നെത്താൻ എടുത്ത തീരുമാനം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് 7-ാം തീയതി 10 മണിക്കാകുമ്പോൾ പറഞ്ഞു. 7-ാം തീയതി 10 മണിക്ക് വിസ വന്നില്ല. കർത്താവ് എനിക്ക് അവിടെ നിന്ന് കോൾ ഫോർ ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 മണിക്കും വന്നില്ല.
7:30 മണിയായപ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിക്ക് ഇസ്രയേലിൽ നിന്നൊരു കോള് വന്ന് അവിടെ ഒരാളെ ആവശ്യമുണ്ട്. അവൾ ഫോണും കൊണ്ട് എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്ന് പറഞ്ഞ് നിങ്ങളുടെ ചേട്ടന് പോണാ വേണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. നിങ്ങളെ ഈ ടോമി എന്നൊക്കെ പറഞ്ഞ ഒരാൾ മാത്രമേ ലോകത്തുള്ളെന്ന രീതിയിലാണ് ദൈവം ജീവിക്കണത്. ഇതാണ് യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറയുന്നത്. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നീ മാത്രമേ ലോകത്തുള്ളെന്ന് ദൈവം ചിന്തിക്കും. നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ കഞ്ഞി നിൻ്റെ അടപ്പ് പുകഞ്ഞിട്ട് മതി, ബാക്കി കാര്യങ്ങളും തീരുമാനിക്കും. ദൈവത്തെ കൊണ്ട് അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം ദൈവവേദലേ. അതാണ് വിശ്വാസം എന്ന് പറയണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ചോടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മുടെ അശ്വതിയുടെ കാര്യം പറഞ്ഞില്ലേ, എന്തിനാ ഞാൻ ഇവരൊക്കെ എടുത്തിട്ടെന്നറിയാം? ഇവർക്കൊക്കെ ഒരു സ്വാധീനവും ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് കർത്താവ് എന്തുമാത്രം കരുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മകളെ എനിക്ക് ഉള്ളൂ എന്നും പറഞ്ഞൊക്കെയുള്ള രീതിയിലാണ് ദൈവത്തിൻ്റെ ഒരു പുറപ്പാട്. അശ്വതി എന്താ പ്രശ്നം? അശ്വതിക്കുള്ള ലാഭം പൂട്ടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നോട് പറഞ്ഞു ചെറുകിട വ്യവസായികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചെറുകിട വ്യവസായികൾ ഇപ്പം ഞാൻ ഈ കുർബാനയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെറുകിട വ്യവസായികളെ ഓർക്കും. ചെറുകിട വ്യവസായം എന്നൊക്കെ പറഞ്ഞില്ലേ, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. പന്നി വളർത്തിയും ആട് വളർത്തിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ. ചെറിയ ഹോൾസെയിൽ കട, ചെറിയ ബേക്കറി കട, ഇങ്ങനെ കൊണ്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു ഇക്കോണമിക് സിസ്റ്റത്തിൽ ഇവർ ശരിക്കും ശ്വാസം മുട്ടണുണ്ടായി. ഗവൺമെൻറ് സത്യസന്ധമായ ജനകീയ ഗവൺമെൻറ് ഇപ്പോൾ മോഡി ആയാലും പിണറായി ആണെങ്കിലും ഈ ഇടത്തരം വർഗക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അവർ അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുന്നത്. ഇടത്തരം കർഷകരായാലും ശരി, ഇടത്തരം കച്ചവടക്കാരായാലും ശരി, അവരൊരു അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് രാജ്യം അഭിവൃദ്ധിയിലാണെന്ന്. അവർ ആത്മഹത്യ മൂഡിലാണെങ്കിൽ രാജ്യം ആത്മഹത്യ മൂഡിലാണെന്ന് ഇവർ മനസ്സിലാക്കുന്നതാണ് ശരിക്കും. ഇപ്പം കർത്താവ് എന്നോട് പറഞ്ഞത് ഇടത്തരം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത, അവർക്ക് എവിടെയെങ്കിലും മുങ്ങിപ്പോയാൽ ആരും പൊക്കിയെടുക്കാൻ ഇല്ലാത്ത ആൾക്കാരില്ലേ, ഇനി അവരൊന്ന് സ്തുതിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എല്ലാ ഉപജീവന മാർഗങ്ങളെയും സംവിധാനങ്ങളെയും ആരാധനയിലൂടെ പ്രത്യേകമായിട്ട് നീ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യമായി ഈശോയ്ക്കും തിരുക്കുമാരനും കൃപാസന പ്രസാദരുമായ നന്ദി. ഞാൻ ലിറ്റി കോട്ടയത്തിൽ നിന്ന് വരുന്നു. ഞാൻ റോമിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അതിനുശേഷം ഞാൻ 2024 ഉടമ്പടി പുതുക്കി. അങ്ങനെ എനിക്ക് മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. 2024 ജൂലൈയിൽ എനിക്ക് ബെൽപാൾസി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ടായി. അത് ഒരു സൈഡ് സ്ട്രോക്ക് പോലെ വരുന്നതാണ്, ഇടത്ത് സൈഡ്. അതായത് ചുണ്ട് കോടി ഒരു കണ്ണ് തുറന്നു പിടിയിരിക്കും.
അത് ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കത് വന്നത്. വായിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് സൈഡിലോട്ട് പോകുന്നു, ഒരു കണ്ണ് തുറന്നു പിടിയിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ കൃപാസന പ്രസാദന മാതാവിൻ്റെ തൈലം എൻ്റെ കണ്ണിൻ്റെ മുകളിലും ചുണ്ടിൻ്റെ സൈഡിലും എൻ്റെ കൈയുടെ ഒരു സൈഡ് ഒരു തളർച്ച പോലെയാണ് വന്നത്. ഞാൻ അവിടെയും തൂത്തു. ഞാൻ ഉടനെ മാതാവിൻ്റെ മുത്തുകുത്തി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലി. ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു സ്ട്രോക്കാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം മുറുക്കെ കയ്യിൽ പിടിച്ച് ഞാൻ സ്കാനിങ് റൂമിൽ ചെന്നു. സ്കാനിങ് കഴിഞ്ഞു. എന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ വിസിറ്റിങ്ങിന് വന്നപ്പം പറഞ്ഞു ഇയാൾക്ക് വന്നതൊരു സ്ട്രോക്കാണ്, ലെഫ്റ്റ് സൈഡ്. അതുകൊണ്ട് ഇയാൾ എങ്ങനെയാണ് ഇതൊന്ന് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഇപ്പോൾ തനിക്ക് ഒട്ടനെ തന്നെ എൻ്റെ വായുടെ കോടലും കണ്ണിൻ്റെ ഇതിലും ആ ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ കുറച്ച് കുറഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞു മെഡിസിനൊന്നും വേണ്ട. അന്ന് രാത്രിയിൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു. അതിനുശേഷം എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ മുട്ടുകുത്തി. എൻ്റെ ഹസ്ബൻഡിന് അധികം വിശ്വാസമില്ലായിരുന്നു. കുടുംബ പ്രാർത്ഥനയോട് പുള്ളിക്ക് താല്പര്യമില്ല. ഞാൻ കുരിശ് വരയ്ക്കുമ്പോൾ പറയും നീ തന്നെ കുരിശ് വരച്ചാൽ മതി, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തല്ലേ എന്ന് പറയുമായിരുന്നു. പക്ഷേ അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ 5:30 ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കും. 5:30 എന്നല്ല, ചിലപ്പോൾ 4-ന് എഴുന്നേൽക്കും. കാരണം ജോലിക്ക് പോകുന്നതിന് 5:30 എഴുന്നേൽക്കണം. അതുകൊണ്ട് നേരത്തെ ഞാൻ ഏൽക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ മുട്ടുകൂത്തി എൻ്റെ കൂടെ പ്രഭാത പ്രാർത്ഥന, അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുവാനായിട്ട് മുട്ടൽ കുത്തി എൻ്റെ കൂടെ തിരി കത്തിച്ച് കൂടുമായിരുന്നു. അതിനുശേഷം എല്ലാ ദിവസവും എൻ്റെ ഹസ്ബൻഡിന് കൂടുതൽ വിശ്വാസം വന്നു ഉടമ്പടിയിൽ. അതിൽ ഹസ്ബൻഡിന് ഞാൻ ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൂടുതൽ എൻ്റെ വിശ്വാസത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു. അതിനുശേഷം ഞാൻ 2024-25 ഞാനൊരു ചെക്കപ്പിന് കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ റോമിൽ നിന്ന് ഞാൻ വന്ന് ഉടനെ തന്നെ ഞാൻ അവിടെ പോന്നപ്പം പറഞ്ഞിരുന്ന നാട്ടിൽ വന്ന് ഉടമ്പടി പുതുക്കാമെന്നായിരുന്നു. പക്ഷേ ഞാൻ പുതുക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്കപ്പിന് പോയായിരുന്നു. ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് വോക്കൽ കോഡിൽ ഒരു വലിയ സിസ്റ്റ് 8.6 mm വളർന്ന് നിൽക്കുക. അപ്പോൾ ENT ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ബയോപ്സി എടുക്കണം, ഇത് ശരിക്കും ക്യാൻസറാണ്, എനിക്ക് ഒന്നും പറയാനില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഉടമ്പടിയിലാണല്ലോ മാതാവൊന്നും വരുത്തത്തില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഡോക്ടർ സ്കാനിങ്ങിന് വിട്ട് സാധാരണ സ്കാനിങ് ചെയ്താൽ ഉടനെ തന്നെ എല്ലാവർക്കും അന്നേരം അലർജി വരുന്നതാണ്. എനിക്ക് 10 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് അലർജി വരുന്നത്. പിറ്റേ ദിവസം ബയോപ്സി പറഞ്ഞിരുന്നതാണ്. ചെറുതായിട്ടൊരു ചൂടുകുരു പോലെ വന്നു. പിറ്റേ ദിവസം സർജറിക്ക് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ കാരിത്താസിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അലർജിയുടെ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ പൊക്കോ, അടുത്ത ആഴ്ച വാ. അപ്പോൾ ഞാൻ മനസ്സിൽ കൃപാസന പ്രസാദന മാധവനോട് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഉടമ്പടി പുതുക്കാമെന്ന് പറഞ്ഞിരുന്നാണല്ലോ, മാതാവിൻ്റെ അടുത്ത് വരാത്തതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ വന്നത്. ഞാൻ ശനിയാഴ്ച ഇവിടെ വന്ന് ആ റിപ്പോർട്ടുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛൻ്റെ ബ്ലെസ് വാങ്ങിച്ചു. അച്ഛൻ എനിക്കൊരു ചെറിയ കാശ് രൂപം തന്നിരുന്നു. തലയിൽ ബ്ലെസ് ചെയ്തിട്ട് അച്ഛൻ എന്നോടൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരോടും അച്ഛൻ പറയുമല്ലോ, സാക്ഷ്യം വന്ന് പറയണം. ഞാൻ ഒരുപാട് വിഷമിച്ചു. സാരമില്ല, മാതാവ് കൈവിടത്തില്ല, ആ ഒരു ധൈര്യത്തിൽ ഞാൻ പോയി. പിറ്റേ ആഴ്ച ഞാൻ കാരിത്താസിൽ പോയി അഡ്മിറ്റായി. ആ ഡോക്ടർ തന്നെ ഈ റൈറ്റ് സൈഡിൽ ചെക്ക് ചെയ്തു. അപ്പം പറഞ്ഞു ലെഫ്റ്റ് സൈഡിലോട്ട്, ആദ്യത്തെ ഇതിൽ പറഞ്ഞായിരുന്നു ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ചെറിയ നീർക്കെട്ടിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അന്ന് പറഞ്ഞു പുള്ളിക്കാരി അത്ര ലെഫ്റ്റ് സൈഡ് വലിയ കുഴപ്പമില്ല, സാരമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം. ബയോപ്സി ചെയ്തു.
ഞാൻ ബയോപ്സിക്ക് പോകാൻ നേരത്ത് അന്ന് മുതൽ നേരത്തെ ഞാൻ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. മാതാവിൻ്റെ കാശുരൂപം ഞാൻ എവിടെ ജോലിക്ക് പോകുമ്പോഴും എപ്പോഴും എൻ്റെ ബാഗിൽ അല്ല എൻ്റെ ഡ്യൂട്ടി ഡ്രസ്സിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവസാനം ഡോക്ടർ ബയോപ്സി ചെയ്തു. ഡോക്ടർ ബയോപ്സി വലിയ ഹാപ്പി ആയിട്ടൊന്നുമില്ല ചെയ്തേ. നല്ല രീതിയിൽ റൈറ്റ് സൈഡിൽ പുള്ളി ബയോപ്സി ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് റിപ്പോർട്ട്, ഞാൻ അതിന് മുന്നേ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചായിരുന്നു. റിപ്പോർട്ട് വന്നു, ഒരു കുഴപ്പമില്ല, ക്യാൻസറും ഇല്ല, ഒന്നുമില്ല, നെഗറ്റീവാണ്. അത് ചെറിയ എന്തോ ഒരു കൂടുതലായിട്ട് എന്തോ ഇൻഫെക്ഷൻ്റെ ബ്ലഡ് ഇൻഫെക്ഷൻ ആയിട്ടുള്ളതാണ്. ഒരു കുഴപ്പമില്ല, ഒരു മരുന്നും വേണ്ട. എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് എൻ്റെ മാതാവ് എനിക്കത് മാറ്റി തന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും എനിക്ക് ബയോപ്സി ചെയ്തതിന് ശേഷം പണ്ടത്തേലും ഇത്തിരിയും കൂടെ ബെറ്ററായിട്ട് എൻ്റെ സൗണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞു. ഇപ്പോൾ സർജറി വേണ്ട, ഒന്നും വേണ്ട, നീ ചെക്കപ്പ് ഇടയ്ക്ക് വർഷത്തിൽ വരുമ്പോൾ ചെയ്താൽ മാത്രം മതി എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത്, ഭക്ഷണം വീട്ടിൽ നിന്നുണ്ടാക്കി പാവപ്പെട്ട രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സ് പുതിയത് വാങ്ങിച്ച് ഇവിടെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ പോയി ഞാൻ പത്രം കൊടുക്കുന്നത് വീട്ടിൽ നിന്നും വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച തൈലം തൂത്ത് എല്ലാവരോടും എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലോക്കറ്റ് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. തീരെ വയ്യാതെ ട്യൂബിട്ട് വെള്ളം പോലും ഇറക്കാൻ മേലാത്ത അപ്പച്ചന്മാർ അരികിൽ മെഡിക്കൽ കോളേജ് സൈഡിൽ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അവർക്ക് ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ഒരു മാതാവിൻ്റെ കാശ് അവർ കൈ കൂപ്പി വണങ്ങിയാണ് വാങ്ങിക്കുന്നത്. കൃപാസന പത്രം ഞാൻ അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും കാര്യങ്ങൾ എനിക്ക് വന്ന അനുഭവം പറഞ്ഞാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുഡ് തീരെ പൈസ ഇല്ലാത്തവർക്ക് ഞാൻ വാങ്ങിച്ച് മെഡിക്കൽ കോളേജിൽ കൊടുത്തു. തീരെ വയ്യാതെ ഇരിക്കുന്നവർ എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടി ഒരു മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ല മോളെ, എന്തെങ്കിലും പൈസ തരണം, അവർക്ക് ഞാൻ പൈസ കൊടുത്ത് ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസനം പ്രസാദപര മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്വപ്ന. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നും വരുന്നു. ഞാൻ 2022 ഒക്ടോബർ 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ എൻ്റെ നിയോഗം വെച്ചത് എൻ്റെ മോൻ്റെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കൊറോണയുടെ കാലത്ത് അവൻ 7-ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ സ്കൂളിൽ പോകുന്നത് 7-ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് 9-ാം ക്ലാസ്സിലെ അവസാന മാർച്ച് മാസത്തിലാണ്. അപ്പോഴത്തേക്കും അവൻ്റെ പഠന മേഖലയിലുള്ള എല്ലാ ഇതും അവൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയി. പഠിക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ അവൻ ഭയങ്കരമായിട്ട് പുറകോട്ടായിരുന്നു. പിന്നെ 10-ാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ പരീക്ഷ എല്ലാത്തിനും അവന് മാർക്കൊക്കെ വളരെ കുറവായിരുന്നു. മോഡൽ പരീക്ഷയ്ക്കും അവന് 50% താഴെ മാത്രമായിരുന്നു അവൻ്റെ മാർക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവൻ പരീക്ഷയ്ക്ക് ജയിക്കുമോ എന്ന് പോലും ഭയങ്കര സംശയമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് അവൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പുമൊക്കെ അവന് നൽകും. ഒപ്പം അവൻ എൻ്റെ കൂട്ടത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനവൻ്റെ ഹോൾ ടിക്കറ്റിൽ ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ച് ഞാൻ 75% മാർക്കെന്നിങ്ങനെ എഴുതി വിടും. അത് ലഭിക്കില്ല എന്നറിയാം, എന്നിട്ട് പോലും. കാരണം അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മാതാവിനോട് പ്രാർത്ഥിക്കാൻ എപ്പോഴും ഈ അച്ഛൻ ഇവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മോഡൽ പരീക്ഷയ്ക്കൊക്കെ അവന് 50% മാർക്ക് വളരെ കുറവായിരുന്നു. എന്തായാലും റിസൾട്ട് വന്നപ്പോൾ അവന് 79% മാർക്ക് ലഭിച്ച്, അതുപോലെ +1 പരീക്ഷയ്ക്ക് അവന് 61% മാർക്ക് ലഭിക്കുകയും ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ്.
അവളുടെ പ്രഗ്നൻസിയുടെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഒരു സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ തലയിൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ അവൾ പറയും. എൻ്റെ പേര് ജിൽഡ. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. എൻ്റെ മമ്മി മരിക്കുന്ന ആ ആഴ്ചയിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. വളരെ മാനസികമായിട്ട് കടന്നുപോയ കുറച്ച് ദിവസങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് 5-ാം മാസത്തെ അനോമലി സ്കാനിൽ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ കൊറോയിഡ് പ്ലക്സ് എന്ന് പറഞ്ഞ സിസ്റ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതും കൂടി കേട്ടപ്പോഴത്തേക്കും വളരെയേറെ മാനസികമായിട്ട് ഞാൻ തകർന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വിഷമം എൻ്റെ ആൻറ്റിയോട് ഷെയർ ചെയ്തപ്പോൾ ആൻറ്റി പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതേ തുടർന്ന് ആൻറ്റി കൃപാസനത്തിൽ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഒപ്പം എൻ്റെ ഭർത്താവും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉടമ്പടി തൈലം എൻ്റെ നെറുകയിലും എൻ്റെ വയറിലും തടവി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കും ഉടമ്പടി എടുത്ത് 3-ാം ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. മാതാവ് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കൊണ്ടു തരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് മാതാവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്, ഞാനൊന്നും പേടിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ 8-ാം മാസത്തെ പിന്നീടുള്ള സ്കാനിങ്ങിൻ്റെ ഉള്ളിൽ ആ ബ്രെയിനിൽ കണ്ടിരുന്ന സിസ്റ്റ് മുഴുവനായിട്ട് മാറിയതായിട്ട് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിച്ചു. മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ഇതെൻ്റെ മോള്. അവൾ ബാംഗ്ലൂർ BSc നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. പഠന മേഖലയിൽ അവളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവൾക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അവൾക്ക് ലഭിച്ച കാര്യങ്ങൾ അവളിപ്പോൾ പറയും. എൻ്റെ പേര് റോസ്ലിൻ. ഞാൻ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ബാംഗ്ലൂരാണ് പഠിച്ചത്. എനിക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അങ്ങനെ എല്ലാ വർഷവും എനിക്ക് ഭയങ്കര പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ 5:30 ഞാനും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ എല്ലാ ദിവസവും കൂടുമായിരുന്നു. ഉടമ്പടി കാശ് രൂപം വെച്ചായിരുന്നു ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് പിന്നീടുള്ള എൻ്റെ എല്ലാ എക്സാമുകളിലും. അതുപോലെ തന്നെ അമ്മേൻ്റെ കൂടെ ഞാനും പത്രം കൊടുക്കാനൊക്കെ പോവുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി എനിക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ ജയിക്കാൻ പറ്റുകയും അവസാനത്തെ എൻ്റെ 4-ാം വർഷം എനിക്ക് ഡിസ്റ്റിങ്ഷൻ തന്ന എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദി. ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, മാതാവ് ഇത് ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ കൈകളിൽ ഈ പത്രം എത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രമാണം ചെല്ലുമായിരുന്നു. അതുപോലെ ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഒരു വചനം പത്രത്തിൻ്റെ മുകളിൽ എഴുതി അങ്ങനെയാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ഉടമ്പടിക്ക് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു കടമ നിർവഹിക്കാൻ ചുമ്മാ ഒരു ഇതിനു വേണ്ടി ഞാൻ സൺഡേ സ്കൂളിൽ പോവുകയും പിള്ളേരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടിക്ക് ശേഷം അപ്പോഴാണ് എനിക്കൊരു ബോധ്യം ലഭിച്ചത്, എന്നെ ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എത്ര വലുതാണെന്ന്. അത് ആത്മാർത്ഥതയോടെ എനിക്ക് പകർന്നു കിട്ടിയ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു നൽകാൻ അതിന് ഞാൻ ഏറ്റവും ആത്മാർത്ഥതയോടെ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് സാമ്പത്തികമായി സഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഉടമ്പടിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, എനിക്ക് 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ വിശുദ്ധ കുമ്പസാരം ആത്മാർത്ഥതയോടെ നടത്താറുണ്ട്. അതുപോലെ സന്ധ്യാപ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ഏറ്റവും ഭക്തിയോടെ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ഇവിടുന്ന് ഒരു ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. അക്രൈസ്തവയായൊരു ചേച്ചി പറയുന്ന സാക്ഷ്യമായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു. ആ ചേച്ചി പറയുന്നുണ്ട്, ക്രൈസ്തവർ എന്ത് ഭാഗ്യം ചെയ്തവർ, അവർക്ക്
വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആ ഈശോയെ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും, അക്രൈസ്തവരായ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ആ ചേച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കും ഒരു ബോധ്യം വന്നത്, ശരിയാ, ക്രൈസ്തവരായ നമുക്ക് എന്ത് ഭാഗ്യമുണ്ട്. കാനാൻ രക്തസ്രാവക്കാരി സ്ത്രീ ആ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ഈശോയുടെ ആ ഉടുപ്പിൻ്റെ ഒരു തുമ്പിൽ ചെന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടി ഈശോയെ സ്പർശിച്ചു. എൻ്റെ ദൈവമേ, എല്ലാ ദിവസവും ഈശോയെ കൈകളിൽ പിടിച്ചിട്ടാണ് ഈ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നത്. ഈ ഒരു ബോധ്യം ഇതുവരെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. അന്ന് മുതൽ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു സെക്കൻഡ് ആ ഈശോ കൈകളിലേക്ക് വരുന്ന എൻ്റെ ഈശോയെ ഞാൻ നോക്കി ഈശോയ്ക്ക് ഒരു ചുംബനം കൊടുത്തിട്ടാണ് ഞാൻ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നത്. അത് എനിക്കൊരു ഭയങ്കര അനുഭവമാണ്. ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുത തരംഗം കടന്നു പോകുന്ന ഒരു അനുഭവമാണ് എനിക്ക് എപ്പോഴും ലഭിക്കുന്നത്. ഇത്രയേറെ എൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒത്തിരി നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും.